1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതൊരു പിരമിഡ് ആണോ? നമ്മളിന്ന് പിരമിഡുമായിട്ട് സമാന്തര ശ്രേണിയുള്ള പിരമിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലമാണ് ചെയ്യുന്നത്. അതായത് ഒന്നാമത്തെ വരിയിൽ ഒരു നമ്പർ, രണ്ടാമത്തെ വരിയിൽ രണ്ട് നമ്പർ, ആ നമ്പറുകളൊക്കെ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻസ് ഓഫ് ദി പാറ്റേൺ. മുകളിൽ എഴുതിയ സംഖ്യാക്രമത്തിൽ അടുത്ത വരികൾ രണ്ട് വരികൾ എഴുതാനാണ്. Write the first and last term of the 10th line. 10ാം വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ എഴുതുക. Find the sum of the all numbers in the first 10 lines. ആദ്യത്തെ 10 വരികളിലെ സംഖ്യകളുടെ തുക കാണുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ ചോദ്യങ്ങൾ. നമുക്ക് അതിന്റെ സൊല്യൂഷൻസ് ഒന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ആ സൊല്യൂഷനിൽ ഫസ്റ്റ് വരുന്നത് മുകളിൽ എഴുതിയ സംഖ്യാക്രമത്തിലെ അടുത്ത വരികൾ എഴുതാനാണ്. അപ്പൊ മുകളിൽ എഴുതിയ സംഖ്യാക്രമം ഇങ്ങനെയാണ്. നമുക്കിത് നോക്കിയാൽ കാണാം. ഒന്നാമത്തെ വരിയിൽ 1, ദെൻ രണ്ടാമത്തെ വരിയിൽ 2, 3, ദെൻ 4, 5, 6, 7, 8, 9, 10. അപ്പൊ അടുത്ത എത്രയായിരിക്കും? 11, 12, 13, 14, 15. ദെൻ 16, 17, 18, 19, 20, 21. രണ്ട് വരിയായല്ലോ. ദെൻ അടുത്തത് ഈ വരിയിൽ സംഖ്യകൾ നമുക്ക് നേരിട്ടൊന്ന് എഴുതാം. അഥവാ 1, 2, 3, 4, 5, 6. അതായത് ഈ വരിയിൽ അഥവാ 10ാമത്തെ വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ എഴുതുക എന്നാണ് രണ്ടാമത്തെ ചോദ്യം. 10ാമത്തെ വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ എഴുതാനാണ്. അപ്പൊ ഞാൻ ഈ പിരമിഡിലെ സംഖ്യകളെ നേരെ ഒരു ശ്രേണിയാക്കിയിട്ട് എഴുതി. 1, 2, 3, 4, 5, 6. ഇതൊരു സമാന്തര ശ്രേണി അല്ലേ? അല്ലെ, ഇത് നാച്ചുറൽ നമ്പർ ആണ് അല്ലെ, എണ്ണൽ സംഖ്യകളാണ്. സമാന്തര ശ്രേണിയാണ്, പോരാത്തതിന് എണ്ണൽ സംഖ്യയാണ്. ഇതിന്റെ അൾജിബ്ര കാണാം നമുക്ക്. ഇതിന്റെ അൾജിബ്ര എന്ന് പറയുന്നത് n ആണ്. ഇതിന്റെ അൾജിബ്ര എന്ന് പറയുന്നത് n ആണ്. ഇനി ഈ 10ാമത്തെ വരിയിലെ ആദ്യത്തെ പദമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതിനു മുമ്പ് ഞാൻ ഈ പിരമിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഒന്നാമത്തെ വരിയിൽ ഒരു ടേം, രണ്ടാമത്തെ വരിയിൽ 2 ടേം, മൂന്നാമത്തെ വരിയിൽ 3 ടേം അഥവാ 3 സംഖ്യകൾ, നാലാമത്തെ വരിയിൽ 4 എണ്ണം, അഞ്ചാമത്തെ വരിയിൽ 5 എണ്ണം, ആറാമത്തെ വരിയിൽ 6 എണ്ണം. അല്ലെ, ഓരോ വരിയിലെയും അവസാന ടേം കാണാൻ, ഓരോ വരിയിലെയും അവസാനത്തെ സംഖ്യ കാണാൻ ആ വരി വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടിട്ട് അത് ഈ അൾജിബ്രയിൽ കൊടുത്താൽ മതി. നോക്കാം. ഒന്നാമത്തെ വരിയിൽ ഒരു ടേം ആണ്, അത് ഈ അൾജിബ്രയിൽ കൊടുക്കുമ്പോൾ 1. ഓക്കെ, ഇനി രണ്ടാമത്തെ വരിയിലെ ടേം കാണണമെന്നുണ്ടെങ്കിൽ 1ഉം 2ഉം കൂടിയും കൂട്ടുക. അപ്പൊ 3. ആ 3 ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ 3. ഇനി അടുത്ത വരിയിൽ മൂന്നാമത്തെ വരിയിൽ ലാസ്റ്റ് ടേം കാണണമെന്നുണ്ടെങ്കിൽ 1 മുതൽ 3 വരെ കൂട്ടുക. 2, 1, 3, 3, 3, 6. ആ 6 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ടേം കിട്ടും. ഇനി നാലാമത്തെ ആണെന്നുണ്ടെങ്കിൽ 4 വരെയുള്ള സമ കാണുക. 6, 4, 10. n-ന് 10 കൊടുത്താൽ അവസാന പദം കിട്ടും. ഇനി അഞ്ചാമത്തെ ആണെന്നുണ്ടെങ്കിൽ 10, 5, 15. n-ന് 15 കൊടുത്താൽ അവസാന പദം. 15, 6, 21. n-ന് 21 കൊടുത്തു കഴിഞ്ഞാൽ ആ വരിയിലെ അവസാന പദം. ഇനി ഓരോ വരിയിലെയും അവസാനത്തെ പദത്തിലോട്ട് 1 കൂട്ടിയാൽ അടുത്ത വരിയിൽ ആദ്യ പദം കിട്ടും. ഒന്നാമത്തെ വരിയിലെ അവസാന പദം 1, അതിലേക്ക് 1 കൂട്ടിയാൽ അടുത്ത വരിയിലെ ഫസ്റ്റ് പദം. രണ്ടാമത്തെ വരിയിലെ അവസാന പദം 3, അതിലേക്ക് 1 കൂട്ടിയാൽ മൂന്നാമത്തെ വരിയിലത്തെ ഫസ്റ്റ് പദം. അപ്പൊ 10ാമത്തെ വരിയിലെ ഫസ്റ്റ് പദം കാണാൻ 9ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേം കാണണം. എങ്ങനെയാ 9ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേം കാണുക? 1 മുതൽ 9 വരെയുള്ളതിന്റെ സമ്മ് കാണുക. 1 മുതൽ 9 വരെയുള്ളതിന്റെ സമ്മ് കാണുക. അതൊരു എണ്ണൽ സംഖ്യയാണ് അല്ലെ. എണ്ണൽ സംഖ്യകളുടെ സമ്മ് കാണാൻ ഇക്വേഷൻ എന്താ? n × n + 1/2 ആണ്. n എന്ന് പറയുന്നത് ഇവിടെ 9 ആണ്. അപ്പൊ 9 × 10/2. 10/2 5 ആണ് അല്ലെ. 10നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. അപ്പൊ 9 × 5 45. അപ്പൊ ഈ 45നെ നമുക്ക് ഈ n-ൽ കൊടുക്കാം. അപ്പൊ 45 തന്നെയാണ്. 9ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേം പറയുന്നത് 45 ആണ്. അപ്പൊ 10ാമത്തെ വരിയിലെ ഫസ്റ്റ് ടേം എന്തായിരിക്കും? ഈ 45ക്ക് 1 കൊടുത്താൽ മതി, 46. ഇനി 10ാമത്തെ വരിയിലെ അവസാന പദം 1 മുതൽ 10 വരെയുള്ളതിന്റെ സമ്മ് കണ്ടാൽ മതി. 1 മുതൽ 9 വരെയുള്ളതിന്റെ സമ്മ് 45 ആണ്. അപ്പൊ 10 വരെയുള്ളതിന്റെ സമ്മ് ഈ 45ക്ക് ഒരു 10 കൂടി കൊടുത്താൽ പോരെ. അപ്പൊ എത്ര കിട്ടും? 55 കിട്ടും. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ടേം 55. ഓക്കെ ആണല്ലോ. ഇനി ഫൈൻഡ് ദ സം ഓഫ് ദി നമ്പേഴ്സ് ഇൻ ദ ഫസ്റ്റ് 10 ലൈൻസ്. ആദ്യത്തെ 10 വരികളുടെ സംഖ്യകളുടെ തുക കാണാനാണ്. അത് ഒന്നാമത്തെ വരി മുതൽ 10ാമത്തെ വരി വരെയുള്ളതിന്റെ സംഖ്യകളുടെ തുക കാണാം. നമുക്കറിയാം ഒന്നാമത്തെ വരിയിൽ ആദ്യ പദം 1 ആണ്. 10ാമത്തെ വരിയിൽ അവസാന പദം 55 ആണ്. അപ്പൊ 1 മുതൽ 55 വരെയുള്ളതിന്റെ സമ്മ് കാണണം. എണ്ണൽ സംഖ്യയാണല്ലോ. എന്താ എണ്ണൽ സംഖ്യകളുടെ സമ്മാണല്ലോ ഇക്വേഷൻ? n × n + 1/2. ഇവിടുത്തെ n എന്ന് പറയുന്നത് 55 ആണ്. അപ്പൊ 55 × 56/2. 56നെ നമ്മൾ പകുതിയാക്കുമ്പോൾ 28 കിട്ടും.
ദെൻ 55 ഇൻറ്റു 28 ചെയ്യാം. 55 ഇൻറ്റു 28. 8×5 40 വരും, റിമൈൻഡർ 4 വരും. 8 40 4 44. 2×5 10 0 വരും, റിമൈൻഡർ 1 വരും. 2×5 10 1 11. ദെൻ ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. 0 4 5 1 1540. ഓക്കെ.